ഇതൊരു വഞ്ചിയിലൂടെയും വനത്തിലൂടെയും ആത്മാക്കളെ തേടിയുള്ള യാത്രയാണ്. 2024 ജനുവരി 21 ഞായറാഴ്ച കുർബാനയ്ക്കായുള്ള സ്ലീവപാത. മഡഗാസ്കർ ദ്വീപിൽ ഇപ്പോൾ മഴക്കാലമാണ്. റോഡുകൾ തോടുകളാകുന്ന മാസങ്ങൾ. പുതുവർഷത്തിൽ 23 കിലോമീറ്റർ അകലെയുള്ള ഇസാളു പള്ളിയിൽ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് രണ്ടാമത്തെ കുർബാന അർപ്പിക്കേണ്ടത് അവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഇടവകയിൽ പുതുതായി ചേർക്കപ്പെട്ട ബെബാക്ക് പള്ളിയിലാണ്. റോഡ് മാർഗം വളരെ മോശമായതുകൊണ്ട് അവിടേക്ക് പോകുവാൻ പള്ളിക്കാർ തന്നെ മീൻ പിടിക്കുന്ന വഞ്ചി തയ്യാറാക്കിയിരുന്നു. എന്നാൽ വെള്ളം കയറുന്ന 1ഉം 2ഉം വഞ്ചികളിൽ ചെളിയും പായലും കൊണ്ട് ദ്വാരമടയ്ക്കാൻ നോക്കിയിട്ടും ശരിയാകാതെ വേറെ 2 വഞ്ചികളിലായി യാത്ര തുടങ്ങി. 3 പേരെ വഹിക്കാനുള്ള ആരോഗ്യമേ ഈ മീൻവഞ്ചികൾക്കുള്ളൂ. ഇതിലും വെള്ളം കയറുന്നുണ്ടായിരുന്നു. 15 മിനിറ്റ് യാത്ര കഴിഞ്ഞപ്പോൾ വഞ്ചി മുങ്ങി തുടങ്ങി. എൻ്റെ കൂടെയുള്ള ബ്രദേഴ്സിനാണെങ്കിൽ നീന്തൽ അറിയില്ല. ദൈവാനുഗ്രഹത്തിന് ആഴമില്ലാത്ത സ്ഥലമായിരുന്നു അത്. ഈ കായലിൽ മുതലയുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. വേഗം കൂടെ വന്നിരുന്ന വഞ്ചിയിലേക്ക് മാറിയെങ്കിലും അതിലും ധാരാളം വെള്ളം. ദൈവദൂതനായി ഒരു മീൻപിടുത്തക്കാരൻ വേഗമെത്തി തൻ്റെ വഞ്ചിയിൽ എന്നെ കയറ്റി. അപ്പോഴേക്കും മുൻപത്തെ വഞ്ചി പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. സഹായത്തിന് വന്ന മുക്കുവൻ പ്രാർത്ഥിക്കാത്തവനാണെങ്കിലും ഉദാരപൂർവ്വം ബെബാക്ക് കടവ് വരെ ഞങ്ങളെ കൊണ്ടുവന്നാക്കി. പോകാനുള്ള ദിശയും പറഞ്ഞു തന്നു. പള്ളിയിലെത്താൻ വീണ്ടും 1 കിലോമീറ്റർ കാട്ടുപാതയിലൂടെ നടക്കണം. വഞ്ചി ദുരന്തം കാരണം ഞങ്ങൾ കൂട്ടം പിരിഞ്ഞ പല വഴികളിലായി. കുർബാനയ്ക്കുള്ള സാമഗ്രികളും മറ്റുള്ളവരുടെ പക്കലായി. പള്ളിയിലേക്കുള്ള വഴിയിൽ സംശയിച്ച് നിന്നപ്പോൾ വനപ്രദേശത്ത് കൃഷിക്ക് വന്നിരുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടി ഇത്തവണ ഞങ്ങൾക്ക് വഴികാട്ടിയായി അയക്കപ്പെട്ടു. വിശപ്പും ക്ഷീണവും തോന്നി തുടങ്ങി. പക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. അച്ഛനുള്ള കാപ്പി തരാൻ അവർ മറന്നില്ലെങ്കിലും കുർബാന തുടങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം കുർബാനയ്ക്കുള്ള ഉടുപ്പും സാമഗ്രികളും കൊണ്ടുവരുന്നവർ ഇപ്പോഴും വെള്ളത്തിലാണ്. കുർബാനയും ഭക്ഷണവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പലതരത്തിലുള്ള പാമ്പുകളെയും കാട്ടുവഴിയിൽ കണ്ടു. ഭയപ്പെടാനില്ലാത്ത വിഷമില്ലാത്ത തരങ്ങളാണ്. തിരിച്ചു പോന്നപ്പോൾ പള്ളി പ്രസിഡന്റ് തന്നെയാണ് വഞ്ചി തുഴഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെയും പ്രാർത്ഥിക്കാത്തവരുടെയും സഹായഹസ്തങ്ങൾ വഴി ബെബാക്ക് പള്ളിയിലെ തിരുബലി പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നന്മയ്ക്കായി തുനിഞ്ഞിറങ്ങുമ്പോൾ നന്മകൾ വരുന്നത് നാനാവശത്തു നിന്നുമാണ്. ഈശോയ്ക്ക് പ്രത്യേകം നന്ദി. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.